നമസ്കാരം. ഗൾഫ് നമുക്ക് വെറും ഒരു മറുനാടല്ല, അത് നമ്മുടെ ഹൃദയമിടിപ്പാണ്. അവിടെ കേൾക്കുന്ന ഓരോ ഡ്രോൺ ശബ്ദവും തൃശ്ശൂരിലും മലപ്പുറത്തും കാസർഗോഡുമുള്ള വീട്ടുകളിൽ ആശങ്കയുണ്ടാക്കുന്നു. അതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ഫെബ്രുവരി 22-നുണ്ടായ ആ സംഭവങ്ങൾ നമുക്കറിയാം. US ഇസ്രയേൽ ആക്രമണത്തിന് ശേഷം ഇറാൻ നൽകിയ തിരിച്ചടി ഗൾഫിലെ ചിത്രം പാടെ മാറ്റിമറിച്ചു. ദുബായ് എയർപോർട്ട് അടഞ്ഞുകിടക്കുന്നു. ദോഹയിൽ ഖത്തർ എയർവേസ് വിമാനങ്ങൾ നിലത്തിറക്കി. കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ആക്രമണം ഉണ്ടായതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഏതാണ്ട് നിലച്ച മട്ടാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളൊന്ന് പിടയും. എന്താണ് ശരിക്കും അവിടെ നടക്കുന്നത്? അത് കേരളത്തെ എങ്ങനെയൊക്കെ ബാധിക്കും? ഇന്ന് നമുക്ക് അത് പരിശോധിക്കാം. ലോകപ്രശസ്ത സാമ്പത്തിക വിശകലന ഏജൻസിയായ ഗോൾഡ്മാൻ സാക്സിലെ ഫറൂഖ് സൂസ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് 2 മാസം അടഞ്ഞുകിടന്നാൽ ഖത്തറിന്റെയും കുവൈറ്റിന്റെയും GDP 14% ഇടിയും. ഇതൊരു ചെറിയ കണക്കല്ല. 1990-ലെ ഗൾഫ് യുദ്ധകാലത്ത് കുവൈത്തിനുണ്ടായ അതേ ആഘാതത്തോടെയാണ് ഇതിനെ വിദഗ്ധർ ഉപമിക്കുന്നത്. ഇതൊരു പ്രവചനം മാത്രമാണ്, പക്ഷേ ഇതിന്റെ ഗൗരവം നമ്മൾ കാണാതിരുന്നുകൂടാ. ലോകം ഉറ്റുനോക്കുന്നത് ഈ കണക്കുകളിലേക്കാണ്. ഇതാണ് ആദ്യത്തെ പോയിന്റ്. സൗദി അറേബ്യയ്ക്കും UAEക്കും സ്ഥിതി അല്പം ഭേദമാണ്. പഴയ യുദ്ധങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അവർ മറ്റു പല വഴികളും കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിലും സൗദിക്ക് 3%, UAEക്ക് 5% സാമ്പത്തിക ഇടിവുണ്ടായേക്കാം. ഇത്രയും വലിയൊരു നഷ്ടം ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടായാൽ അവിടെ ജോലി ചെയ്യുന്ന മലയാളിക്ക് അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെയാണ് കേരളത്തിന്റെ ഉറക്കം കെടുന്നത്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് പ്രവാസികളാണ്. ആ നട്ടെല്ലിനൊരു തളർച്ച വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കാര്യങ്ങൾ അല്പം സങ്കീർണമാണ്. കേരളത്തിലെ ജനസംഖ്യയുടെ 10% ആളുകൾ ഗൾഫിലുണ്ട്. ഏകദേശം 30 ലക്ഷം മലയാളികൾ. ഇവർ അയക്കുന്ന പണമാണ് നാട്ടിലെ ഒരു വീടിന്റെ EMI, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ സ്കൂൾ ഫീസ്, അതുമല്ലെങ്കിൽ നാട്ടിലെ ഒരു ചെറുകിട ബിസിനസിന്റെ മൂലധനം. ഗൾഫിൽ നിന്നുള്ള പണം വരവ് കുറഞ്ഞാൽ കേരളത്തിലെ വീടുകളിൽ ഒരു ശൂന്യതയുണ്ടാകും. ബാങ്ക് ഡെപ്പോസിറ്റുകൾ കുറയാം. റിയൽ എസ്റ്റേറ്റ് മേഖല മന്ദഗതിയിലാകാം. കച്ചവട സ്ഥാപനങ്ങളിൽ ആളുകളുടെ ചെലവാക്കൽ കുറയും. അതൊരു വലിയ ചങ്ങലയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഈ മാർച്ചിൽ ഗൾഫിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പണമയക്കൽ 30% കൂടിയിട്ടുണ്ട്. അതവിടെ ഐശ്വര്യം വന്നതുകൊണ്ടല്ല, മറിച്ച് ആളുകൾ ഭീതിയിലാണ് എന്നതിന്റെ ഉദാഹരണമാണ്. പണം നാട്ടിൽ സുരക്ഷിതമായി ഇരിക്കട്ടെ എന്ന് കരുതി അയക്കുന്നതാണ്. ഇതൊരു പ്രധാന സിഗ്നലാണ്. അബുദാബിയിലുള്ള ഒരു മലയാളി പറഞ്ഞത് നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കും. തുടക്കത്തിൽ ഭയമുണ്ടായിരുന്നു, ഇപ്പോൾ അലേർട്ടുകളും ഡ്രോണുകളും പതിവ് കാഴ്ചയായി എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ധൈര്യത്തെ നമുക്ക് അഭിനന്ദിക്കാം, പക്ഷെ അതിലൊരു സങ്കടവുമുണ്ട്. യുദ്ധം ശീലമായി മാറുന്ന ഒരവസ്ഥ, അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഖത്തർ എനർജിയുടെ ഉൽപാദനം പലയിടത്തും തടസ്സപ്പെട്ടു. ടൂറിസം മേഖലയിൽ $40 ബില്യൺ നഷ്ടമാണ് കണക്കാക്കുന്നത്. കൺസ്ട്രക്ഷൻ, ഹോസ്പിറ്റാലിറ്റി, റീറ്റെയിൽ തുടങ്ങിയ മേഖലകളിലാണ് മലയാളികൾ കൂടുതലും ജോലി ചെയ്യുന്നത്. ഈ മേഖലകളെയാണ് പ്രതിസന്ധി ആദ്യം ബാധിക്കുക. എങ്കിലും ഒരു ആശ്വാസ വാർത്തയുണ്ട്. ഏതൊരു യുദ്ധത്തിന് ശേഷവും ഗൾഫ് വീണ്ടും പടുത്തുയർത്തപ്പെട്ടിട്ടുണ്ട്. ചരിത്രം നമുക്ക് നൽകുന്ന ഉറപ്പാണത്. ഇത്തവണയും ആ തിരിച്ചുവരവുണ്ടാകും. പക്ഷെ എപ്പോൾ എന്നത് മാത്രമാണ് ചോദ്യം. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഗൾഫിലുള്ളവർ അവിടുത്തെ അധികൃതരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക. ഇന്ത്യൻ എംബസിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ കൈവശം വെക്കുക. മാർച്ച് ആദ്യവാരം തന്നെ 50,000-ലധികം ഇന്ത്യക്കാർ നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾക്കായി ഒരുങ്ങുക. നാട്ടിലുള്ള കുടുംബങ്ങൾ അനാവശ്യ ചെലവുകൾ കുറയ്ക്കുക. ഒരു സാമ്പത്തിക ബഫർ അല്ലെങ്കിൽ കരുതൽ ധനം ഉണ്ടാക്കി വെക്കുക. വലിയ നിക്ഷേപ തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ സാഹചര്യങ്ങളൊന്ന് തെളിയുന്നത് വരെ കാത്തിരിക്കാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ക്ഷമയാണ് ഏറ്റവും വലിയ നിക്ഷേപം. ഗൾഫിലുള്ള നമ്മുടെ സഹോദരങ്ങളോടൊക്കെ നമുക്ക് ഒന്നേ പറയാനുള്ളൂ: നിങ്ങൾ ഒറ്റയ്ക്കല്ല. നാട്ടിലുള്ള ഓരോ കുടുംബവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധിയും നമ്മൾ അതിജീവിക്കും. ആത്മവിശ്വാസം കൈവിടരുത്. ജാഗ്രതയോടെ മുന്നോട്ട് പോകാം. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. ഇവിടെ പറഞ്ഞ ഒന്നും ഒരു നിക്ഷേപ ഉപദേശമല്ല. ഏതൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപും ഒരു സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ അഡ്വൈസറുമായി ചർച്ച ചെയ്യുക. നന്ദി.